നിക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം പേളിച്ചേച്ചി ഉണ്ടാക്കുന്ന പോലത്തെ അതേ ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ തമിഴിൽ കണ്ട പോലെ തന്നെ പേളിച്ചേച്ചി ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സെലിബ്രിറ്റീസിൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയേണ്ടത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഒരു സ്പെഷ്യൽ സാധനം ഇടുന്നതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടേസ്റ്റും ഉണ്ട്. ആദ്യം തന്നെ ചെമ്മീൻ ഉപ്പും കുരുമുളകും സോയ സോസും ചേർത്ത് നല്ലോണം മിക്സാക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് അതിലേക്ക് വേണ്ട വെജീസൊക്കെ കട്ടാക്കി എടുക്കാം കേട്ടോ. വെജീസൊക്കെ കട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചോറിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. ഒരു പാനിൽ വെള്ളം ഒഴിച്ച് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഉപ്പും എണ്ണയും ചേർത്ത് ശേഷം കഴുകി വെച്ചിരിക്കുന്ന അരി കൂടി ഇട്ട് കൊടുക്കുക. ബസ്മതി വൈറ്റ് റൈസ് ആണ് കേട്ടോ എടുക്കേണ്ടത്. വെജീസിൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് എടുക്കുക. അരി ഇട്ടിട്ടൊന്ന് തിളയ്ക്കുന്നവരെ മൂടി വെച്ച് തിളച്ചാൽ മൂടി മാറ്റണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കണം കേട്ടോ. 7 മിനിറ്റ് മതി കേട്ടോ അരി വേവാൻ. പാകത്തിന് ഉപ്പ് നോക്കുക. ഉപ്പൊക്കെ നിങ്ങളെ പാകം നോക്കി ചേർത്ത് കൊടുക്കുക. ചിലർക്ക് ഉപ്പ് വേണം, ചിലർക്ക് ഉപ്പ് കുറച്ച് മതി. ചോറിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. 80% വെന്നാൽ മതി കേട്ടോ. ഇനി ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. ചോറ് തലേ ദിവസം തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഫ്രൈഡ് റൈസിന് ഒന്നും കൂടെ നല്ലത്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ അല്ല കേട്ടോ, സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ചൻ ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം പൊരിഞ്ഞു വരട്ടെ. ആ ഒരു സമയത്തിന് വലിയൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ വലിയ പാത്രം തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് നല്ലോണം ഇളക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. സാൾട്ടഡ് ഓർ അൺസാൾട്ടഡ് ഏതായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ ഐറ്റം ഇതാണ്, ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കിയ ശേഷം ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി വെല്ലുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ വെള്ള ഭാഗം, അതായത് ഉള്ളിത്തണ്ടിൻ്റെ വെള്ള ഭാഗം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ കൂടെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുക. മുട്ടയിൽ ഉപ്പും കുരുമുളകും ഇട്ട് ഇളക്കി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ ചെമ്മീൻ പൊരിക്കുന്നതിന് മുമ്പ് മുട്ട ചിക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. മുട്ട വെന്ത് കഴിഞ്ഞാൽ സോയ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ഒരൽപ്പം കുരുമുളക്, പിന്നെ പൊരിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ കഴിഞ്ഞാൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സാക്കി എടുക്കുക. അല്ലെങ്കിൽ ഒന്ന് കുടഞ്ഞു കൊടുത്താലും മതി കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഉള്ളിത്തട്ടിൻ്റെ പച്ച ഭാഗം ചേർത്ത് കൊടുക്കുക. അങ്ങനെ പേളിച്ചേച്ചി ഉണ്ടാക്കുന്ന പോലത്തെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നേരത്തെ തന്നെ വെജീസൊക്കെ കട്ടാക്കി എടുത്താൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഓരോന്ന് ചെയ്യാൻ പോയാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വേവും കാര്യങ്ങളും ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി എടുത്ത് വെക്കുക. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഒട്ടും അടയാതെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.